നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ആക്സിലറേഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. എനിക്ക് ഇതിനകത്തുനിന്ന് എഴുതാം ഡി വി ഈക്വൽ ടു എ ഡി ടി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ റൈറ്റ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എൻ്റെ വെലോസിറ്റി സം യു റൈറ്റ്, ആൻഡ് എൻ്റെ ടി സം പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ എൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി. ഓക്കെ, ഇനിയാണ് ക്രൂഷ്യൽ പോയിന്റ്. അതായത് അപ് ടു ദിസ് പോയിന്റ്, അതായത് ഈ പോയിന്റ് വരെ നമ്മുടെ ഈക്വേഷൻ കംപ്ലീറ്റ്ലി ജനറൽ ആണ്, ഞാൻ ഒന്നും അസ്യൂം ചെയ്തിട്ടില്ല. ഇനി ഞാൻ അസ്യൂം ചെയ്യുകയാണ് സപ്പോസ് എൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് എനിക്ക് എന്ത് ചെയ്യാം? ആ കിടക്കുന്ന എ, അതായത് ഈ കിടക്കുന്ന എ കോൺസ്റ്റന്റ് ആണ്. സോ എനിക്ക് ആ ഇന്റഗ്രേഷൻ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി വി. ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ഫ്രം ദ ലിമിറ്റ് യു ടു വി, അതായത് വി ഫ്രം ദ ലിമിറ്റ് യു ടു വി ഈക്വൽ ടു റൈറ്റ് സൈഡ് എ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തു പോയി. സോ ബാക്കി ഇന്റഗ്രൽ ഡി ടി ഫ്രം 0 ടു ടി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൽ ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് എനിക്ക് എഴുതാം വി മൈനസ് യു ഈക്വൽ ടു എ ഇന്റഗ്രൽ ഡി ടി ടി ഫ്രം ദ ലിമിറ്റ് 0 ടു ടി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ടി മൈനസ് 0, അതായത് ടി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വി ഈക്വൽ ടു യു പ്ലസ് എ ടി. റൈറ്റ്, ജസ്റ്റ് ഈ ഇക്വേഷനെ പറ്റി തിങ്ക് ചെയ്യുക. ഇത് ആക്ച്വലി എന്താ പറയുന്നത്? ഇത് പറയുന്ന പറഞ്ഞാൽ ഇതാ, ഇനീഷ്യലി എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ് യു. സപ്പോസ് ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നു വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ സം പർട്ടിക്കുലർ ടൈം അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറും? വി. ആ വിയും യുവും എയും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് വി ഈസ് ഈക്വൽ ടു എ ടി. റൈറ്റ്, ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഈക്വേഷൻ വളരെ ഒബ്വിയസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ആണ്. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ സെക്കൻഡിലും വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും വെലോസിറ്റി എ വെച്ച് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി യു പ്ലസ് എ ആവും. അടുത്തൊരു സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി യു പ്ലസ് 2a ആവും, അതായത് എ ഇൻക്രീസ് ചെയ്യും. അടുത്ത സെക്കൻഡ് ആകുമ്പോൾ യു പ്ലസ് 3a ആവും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടൈംസ് ടി. റൈറ്റ്, അതാണ് ബേസിക്കലി ഈ റിലേഷൻഷിപ്പ്. ഇത് വളരെ ഒബ്വിയസ് ആണ്. റൈറ്റ്, എനിക്ക് എഴുതാം, എനിക്ക് ഓൾറെഡി അറിയാം നമ്മുടെ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഡി എക്സ് ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഇതിനകത്തുനിന്ന് ഡി എക്സ് ഈക്വൽ ടു വി ഡി ടി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്റഗ്രൽ കൊടുക്കുന്നു. ആൻഡ് ഞാൻ അസ്യൂം ചെയ്യുന്നു എൻ്റെ മോഷൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതായത് എനിക്ക് ഈ കിടക്കുന്ന വിക്ക് പകരം എനിക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഇരിക്കും? ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ യു പ്ലസ് എ ടി ഡി ടി. ആൻഡ് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഈക്വൽ ടു 0 ആകുമ്പോൾ, സപ്പോസ് എൻ്റെ പൊസിഷൻ x0 ആണെന്ന് വെച്ചോ, ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു സം പർട്ടിക്കുലർ ടി ആകുമ്പോൾ എൻ്റെ പൊസിഷൻ x. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? എക്സ് മൈനസ് 0 ഈക്വൽ ടു ഇപ്പുറത്ത് ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ യു ഡി ടി ഫ്രം 0 ടു ടി പ്ലസ് ഇന്റഗ്രൽ എ ടി ഡി ടി ഫ്രം 0 ടു ടി. റൈറ്റ്, ഞാൻ റൈറ്റ് സൈഡ് ഞാൻ എൻ്റെ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഈ ടൈം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഈ ടൈം എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ അതെനിക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അത് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യു ഇന്റഗ്രൽ ഡി ടി ഫ്രം ദ ലിമിറ്റ് 0 ടു ടി. അടുത്ത സ്റ്റെപ്പിൽ ഞാനിവിടെ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്നത് യൂണിഫോം ആക്സിലറേഷനെ പറ്റിയാണ്. അതായത് ഈ എ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ എനിക്ക് ആ എനെയും എനിക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്പ് എന്താവും? എ 0 ടു ടി ടി ഡി ടി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് x0 ഈക്വൽ ടു യു. ഓക്കെ, ഇവിടെ നോക്കുക, ഡി ടി എന്ന് വെച്ചാൽ ടി ഫ്രം ദ ലിമിറ്റ് 0 ടു ടി പ്ലസ് എ. ഇത് നോക്കുക, ഇന്റഗ്രൽ ടി ഡി ടി, അതായത് ടി റേസ് ടു 1 ഡി ടി, അതായത് ടി റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, അതായത് ടി സ്ക്വയർ ബൈ 2 ഫ്രം ദ ലിമിറ്റ് 0 ടു ടി. സോ ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എഴുതാം എക്സ് ഈക്വൽ ടു, ഞാൻ ആ x0 അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ എനിക്ക് എഴുതാം x0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ
ടി സ്ക്വയർ. റൈറ്റ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ റിസൾട്ട് ആക്ച്വലി എന്താ പറയുന്നത്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതിന്റെ മീനിങ് എന്താണെന്ന്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, സപ്പോസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, അതായത് ഞാൻ എൻ്റെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ടി എല്ലാം 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ് കോർഡിനേറ്റ് x0 ആണ്. അതായത് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. അതല്ലെങ്കിൽ എന്താ ഈ സ്റ്റെപ്പിൽ നിന്ന് വളരെ വളരെ ഒബ്വിയസ് ആണ്. ഏത് സ്റ്റെപ്പാ? റൈറ്റ്, ഇവിടുത്തെ സ്റ്റെപ്പിൽ നിന്ന്. ബിക്കോസ് ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ x0 ആണ്. റൈറ്റ്, അപ്പൊ x0 എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് ആണ്. എങ്കിൽ ഈ ഇക്വേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ആ പാർട്ടിക്കിൾ ഒരു യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ടി സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് പ്ലസ് ദിസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ വേറൊരു രീതിയിലും റീഡ് ചെയ്യാം. അതായത് ഞാൻ ഈ എക്സിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് x0 ആവും. എന്താണ് എക്സ് മൈനസ് x0? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, എനിക്ക് ഈ ഫോമിലും ഈ ഇക്വേഷൻ എഴുതാം. ആക്ച്വലി രണ്ട് ഫോമും വളരെ യൂസ്ഫുൾ ആണ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഫസ്റ്റത്തെ ഫോമാണ്. ബിക്കോസ് ആ ഫോം ആക്ച്വലി നമുക്ക് തരുന്നത് കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് പലപ്പോഴും അറിയേണ്ടത് ആ ഒബ്ജക്റ്റ് എവിടെ എത്തി എന്നതാണ്. ഓക്കെ, റൈറ്റ്. ആക്ച്വലി ഒബ്ജക്റ്റ് എവിടെ എത്തി എന്നറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ബിക്കോസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനനുസരിച്ച് നമ്മൾ മാറിയും തിരിഞ്ഞും യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി അപ്പൊ നമ്മളിപ്പോൾ രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ. ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് v is equal to u plus at. അടുത്ത ഇക്വേഷൻ ആണ് s is equal to ut plus half at സ്ക്വയർ. ഓക്കെ, റൈറ്റ്. എനിക്ക് ഈ രണ്ട് റിസൾട്ടിനകത്തു നിന്നും വേറെയും രണ്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട് ഉണ്ടാക്കാൻ ഞാൻ ആ റിസൾട്ട് ഡിറൈവ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതുന്നതേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു സിമ്പിൾ എക്സസൈസ് ആണ്. നമുക്ക് എഴുതാം അടുത്ത റിസൾട്ട്. v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. റൈറ്റ്. അടുത്ത റിസൾട്ട് v പ്ലസ് u by 2 times t equal to displacement. ഓക്കെ, റൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മൂന്നാമത്തെയും നാലാമത്തെയും റിസൾട്ട്സിന്റെ യൂസ് എന്താണ്? അതായത് എൻ്റെ മൂന്നാമത്തെ റിസൾട്ടിനകത്ത് എസെൻഷ്യലി അതിനകത്ത് ടൈം ഇല്ല. ഓക്കെ, അതായത് സപ്പോസ് എൻ്റെ പ്രോബ്ലത്തിനകത്ത് ടൈം എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ശരി, നാലാമത്തെ ഇക്വേഷനകത്ത് ആക്സിലറേഷന്റെ ടേം ഇല്ല, പക്ഷെ ആ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേഷൻ മോഷനെ പറ്റിയാണ്. അതായത് സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഓൾറെഡി അറിയാം ആ സിസ്റ്റം അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണെന്ന്, പക്ഷേ എനിക്ക് അതിന്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് അറിയത്തില്ല. റൈറ്റ്, അല്ലെങ്കിൽ അതെന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ ഫിഗർ ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ നമ്മുടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആ പാർട്ടിക്കിൾസിന്റെ ഇനിഷ്യൽ വെലോസിറ്റിനെയും ഫൈനൽ വെലോസിറ്റിനെയും കണക്ട് ചെയ്ത് നമുക്ക് എഴുതാം. നമുക്ക് കിട്ടാൻ പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഈ ഇക്വേഷൻസ് ഓഫ് മോഷനകത്തുനിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ട്സ് ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഡിറൈവ് ചെയ്യുന്ന പാർട്ട് ആക്ച്വലി നിങ്ങൾക്ക് വിടുന്നു. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് പലപ്പോഴും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഇത് ഫാക്ട്സ് അല്ല, ഇത് പലതും നമുക്ക് ഈസിയായിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പലപ്പോഴും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കേൾക്കുമ്പോൾ പലതും വളരെ ഒബ്വിയസ് ആയിട്ട് തോന്നും. ഓക്കെ, റൈറ്റ്. ഫസ്റ്റത്തെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, റൈറ്റ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ് വിത്ത് സം റിട്ടാർഡേഷൻ, എന്ന് വെച്ചാൽ റിട്ടാർഡ് ചെയ്യുകയാണ്. ഓക്കെ, റിട്ടാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ സ്പീഡ് കുറഞ്ഞു വരുവാണ്. എങ്കിൽ നമുക്കറിയാം ആക്ച്വലി അതിന്റെ സ്പീഡ് കുറഞ്ഞു വരുവാണെങ്കിൽ, ഓക്കെ, റൈറ്റ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു. അതൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ റെസ്റ്റിലാവും, എന്നിട്ട് ആ സാധനം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനിയാണ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഒരു യൂണിഫോം റിട്ടാർഡേഷനിൽ റിട്ടാർഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഓക്കെ, റൈറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് സപ്പോസ് അതിനൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി സപ്പോസ് സം v1 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോഴും അതിന്റെ വെലോസിറ്റി v1 ആണെങ്കിൽ ഇത് മൂവ് ചെയ്ത് തിരിച്ച് റിട്ടാർഡ് ചെയ്ത് തിരിച്ച് ഈ പൊസിഷനിൽ എത്തുമ്പോഴും അതിന്റെ വെലോസിറ്റി എക്സാക്ട്ലി v1 തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം റിട്ടാർഡേഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അത് റെസ്റ്റിലായിട്ട് തിരിച്ച് അതേ പോയിന്റിനെ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. റൈറ്റ്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അടുത്ത വേറൊരു ഫാക്ട് ആണ്. സപ്പോസ്
ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്തുന്നു. ഓക്കെ, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ സപ്പോസ് അതിനൊരു പർട്ടിക്കുലർ ടൈം എടുത്തു എന്ന് വെച്ചു. റൈറ്റ്, സപ്പോസ് ആ ടൈമാണ് ക്യാപിറ്റൽ T1. അതായത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയമാണ് T1. എങ്കിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമും എക്സാക്ട്ലി T1 തന്നെ ആയിരിക്കും. ക്ലിയർ? റൈറ്റ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. ഇത് നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂണിഫോം ഗ്രാവിറ്റേഷൻ ഫീൽഡിനകത്തോടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ ബേസിക്കലി ഈ സിനാരിയോ, അതായത് ഞാനൊരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരുമ്പോൾ ഇത് ബേസിക്കലി റിട്ടാർഡ് ചെയ്ത് മുകളിലെത്തി ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തി റെസ്റ്റിലായി പിന്നെ അത് തിരിച്ചു വരുവാണ്. അപ്പൊ എനിക്ക് പറയാം ഈ കല്ല് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയാണോ അതേ സ്പീഡ് തന്നെ ആയിരിക്കും പോയിട്ട് തിരിച്ച് ഈ പോയിന്റിൽ കൂടെ തിരിച്ച് പാസ് ചെയ്യുമ്പോൾ. റൈറ്റ്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. രണ്ടാമത്തത്, ഈ കല്ല് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്നു. സപ്പോസ് അതിനൊരു 5 സെക്കൻഡ്സ് എടുത്തെന്ന് വെച്ചോ, എങ്കിൽ ഇത് പോയിട്ട് റെസ്റ്റിലായിട്ട് തിരിച്ച് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ക്രോസ് ചെയ്യാൻ അതെടുക്കുന്ന സമയം എക്സാക്ട്ലി ആ 5 സെക്കൻഡ് തന്നെ ആയിരിക്കും. റൈറ്റ്, അതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. പലപ്പോഴും ഈ ഫാക്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് നിങ്ങൾക്ക് കാണാവുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്, ഞാൻ ഈ ഇക്വേഷനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് S=V+U/2 ടൈംസ് T. റൈറ്റ്, ഈ ഇക്വേഷൻ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ റൈറ്റ്, എനിക്ക് പെട്ടെന്ന് ഒരു കേസ് ഓർമ്മ വന്നിട്ട് ഞാൻ പറയാം. സപ്പോസ് ഓക്കെ, ഇതൊരു വിൻഡോ ആണ്. റൈറ്റ്, ഓക്കെ, സപ്പോസ് ഞാൻ താഴ്ന്ന് ഞാനൊരു കല്ല് മുകളിലോട്ട് എറിയുവാണ്. റൈറ്റ്, അപ്പൊ നമുക്കറിയാം ഈ കല്ല് ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകും, എന്നിട്ട് ഇത് തിരിച്ച് ഇതിലേക്ക് പോകും, എന്നിട്ട് ഇത് മുകളിലോട്ട് വരും, എന്നിട്ട് ആ കല്ല് തിരിച്ച് താഴോട്ട് വരും. എങ്കിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, സപ്പോസ് ഈ വിൻഡോയ്ക്ക് അകത്ത് ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് എത്ര നേരം ഈ കല്ലിനെ കാണാൻ പറ്റും? ആൻഡ് ഈ കല്ല് ഈ പോയിന്റിൽ കൂടെയും പാസ് ചെയ്ത് പോകുന്ന വെലോസിറ്റീസ് എനിക്കറിയാം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഈ സ്പീഡും എനിക്കറിയാമെങ്കിൽ അതാണ് ഈ രണ്ട് സ്പീഡ്. റൈറ്റ്, ഈ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ആ വിൻഡോയുടെ വിഡ്ത്താണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതറിയാം. സോ നിങ്ങൾക്ക് ഈ ടൈം കണ്ടുപിടിക്കാം. സോ ഈ കല്ല് മുകളിലോട്ട് പോകാൻ എടുക്കുന്ന ടൈം നിങ്ങൾക്ക് കിട്ടി. ഇനി ഞാൻ ഇത്തിരി മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് പോകാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് തിരിച്ച് ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് വരാൻ. അതായത് ഈ സാധനം റെസ്റ്റിലായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ടൈം എത്രയാണോ അതേ ടൈം തന്നെ ആയിരിക്കും തിരിച്ചും. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ടൈമിന്റെ 2 ടൈംസ് ആണ് ആക്ച്വലി ആ കല്ല് ആ വിൻഡോയ്ക്കകത്തിരിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതുപോലത്തെ പ്രോബ്ലംസിന്റെ നമുക്ക് ഇത്തരം ഫാക്ട്സ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സപ്പോസ് ഒരു സർഫസ് ആണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. റൈറ്റ്, സപ്പോസ് അതൊരു കാർ ആണെന്ന് വെച്ചോ. ആ കാർ മൂവ് ചെയ്യുന്നു. കാറിന് ഇനീഷ്യലി ഒരു സ്പീഡ് ഉണ്ട്. അതിന്റെ ഇനീഷ്യൽ സ്പീഡാണ് U. നമുക്കറിയാം ഈ കാർ മുന്നോട്ട് പോകും. സപ്പോസ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇതിനകത്തുള്ള ഡ്രൈവർ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചോ. അതിന്റെ ബ്രേക്കിന്റെ പ്രത്യേകത അത് വളരെ യൂണിഫോം ആയിട്ടാണ് ആ കാറിന്റെ പുറത്ത് റിട്ടാർഡേഷൻ അപ്ലൈ ചെയ്യുന്നത്. എങ്കിൽ എന്താ പറ്റും? ഈ കാർ സ്ലോ ആവും. എങ്കിൽ എനിക്കറിയേണ്ടത് എത്ര സമയം കഴിയുമ്പോഴായിരിക്കും ആ കാർ റെസ്റ്റിലാവുന്നത്. ആ റെസ്റ്റിലാവാൻ എടുക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്നവരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കാറിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് എത്ര സെക്കൻഡ്സ് കഴിയുമ്പോഴായിരിക്കും ആ കാർ റെസ്റ്റിലാവുന്നത്. റൈറ്റ്, അപ്പൊ നമുക്ക് നോക്കാം. ശരി, നമുക്കറിയാം ഈ കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? U ആണ്. ഓക്കെ, ഇനി ഇത് ഫൈനലി ഇത് നിൽക്കാൻ പോവാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആൻഡ് ഇത് റിട്ടാർഡ് ചെയ്യുവാണ്. സോ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. അതൊരു നെഗറ്റീവ് നമ്പറാണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നെഗറ്റീവ് നമ്പർ ആവാൻ കാരണം എന്റെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അതുകൊണ്ടാണ് നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, റൈറ്റ്, ശരി. എങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, എനിക്ക് S ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് വേണ്ട റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ Vയും Uവും Aയും S ഉം. അതായത് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഒരിടത്തും T ഇല്ല. സോ ഞാൻ V = U + AT ആൻഡ് S = UT + ½ AT². ഇതിനെപ്പറ്റി ഞാൻ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ അതിനെപ്പറ്റിയും തിങ്ക് ചെയ്യേണ്ട. സോ നമ്മുടെ ഒരേ പോസിബിലിറ്റി V² = U² + 2S ആണ്. സോ എനിക്ക് എഴുതാം V² = U² + 2AS. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 = U² - 2AS. എന്തുകൊണ്ടാണ് മൈനസ്? ബിക്കോസ് റിട്ടാർഡേഷൻ ആണ്. ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എഴുതാം -U² = -2AS. അല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്റ്റൻസ് U² / 2A. സോ എനിക്ക് കിട്ടിയ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. റൈറ്റ്, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാനും പറ്റും. അതായത് ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു U² ആണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് നിങ്ങളുടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത്
നിങ്ങളുടെ കാറിന്റെ സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കരുതും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2 ടൈംസ് ആകുമെന്ന്. ബിക്കോസ് കാറിന്റെ സ്പീഡ് ഡബിൾ ആയി, സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2 ടൈംസ് ആകുമെന്ന്. അല്ല, യു സ്ക്വയറിനാണ് പ്രപ്പോർഷണൽ. അതായത് കാറിന്റെ സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 2ന്റെ ഫാക്ടറാണ് വരുന്നത്. സോ ഓവറോൾ 4ന്റെ ഫാക്ടർ പുറത്ത് വരും. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 ടൈംസ് ആവും. റൈറ്റ്? അതായത് നിങ്ങളുടെ 2 കാറുണ്ട്. ഫസ്റ്റത്തെ കാർ സപ്പോസ് 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്, രണ്ടാമത്തെ 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിൽ ആദ്യത്തെ കാർ നിൽക്കാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമോ അതിന്റെ 4 ടൈംസ് ഡിസ്റ്റൻസ് വേണം രണ്ടാമത്തെ കാറിന് നിൽക്കാൻ. ഓക്കെ, റൈറ്റ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാ, സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. സപ്പോസ് അതൊരു കാറിന് എടുത്തോ, ആ ഒബ്ജക്റ്റ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു, അതിന്റെ സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ്? ഇത് മറ്റൊരു കാറാണ്. ഇത് രണ്ടും ഇനീഷ്യലി ഒരേ പൊസിഷനിലാണ് നിൽക്കുന്നത്. ആ കാറിന്റെ ഇനീഷ്യൽ സ്പീഡ് 0 ആണ്. റൈറ്റ്? പക്ഷെ അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് 1 മീറ്റർ പെർ സെക്കൻഡിൽ. നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം ഈ കാർ എന്തായാലും മുന്നിലേ പോകും. ബിക്കോസ് അവന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അവൻ ഓരോ മീറ്റർ പെർ സെക്കൻഡിലും ഓരോ 1 മീറ്റർ പെർ സെക്കൻഡ് സ്കോർ വെച്ചിട്ട് അതിന്റെ സ്പീഡ് കൂടി വരത്തേ ഉള്ളൂ. സോ എന്തായാലും ആദ്യത്തെ ആൾ പിന്നിലായിരിക്കും. പക്ഷെ നമുക്കറിയാം രണ്ടാമത്തെ ആൾ പിന്നിലായിരിക്കും. പക്ഷെ നമുക്കറിയാം ആദ്യത്തെ ആളുടെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ ആളുടെ സ്പീഡ് ആണെങ്കിലോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തോ പറ്റും, ഗ്രാജുവലി രണ്ടാമത്തെ ആളുടെ സ്പീഡ് കൂടി വരും. ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളെ ക്രോസ് ചെയ്യും. സോ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര സമയം കഴിയുമ്പോഴാണ് ആദ്യത്തെ കാറിനെ രണ്ടാമത്തെ കാർ ഓവർടേക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ആ ടൈം കണ്ടുപിടിക്കണം. ആൻഡ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പോഴാണ് എന്റെ രണ്ടാമത്തെ കാർ ആദ്യത്തെ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. റൈറ്റ്, ശരി. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സപ്പോസ് ഒരു T സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് എന്റെ രണ്ടാമത്തെ കാർ ആദ്യത്തെ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം? വളരെ സിമ്പിൾ ആണ്. ആ T സെക്കൻഡ്സ് കൊണ്ട് ആദ്യത്തെ കാർ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമോ അത്രയും ഡിസ്റ്റൻസ് രണ്ടാമത്തെ കാർ മൂവ് ചെയ്യണം അതേ സമയം കൊണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഓവർടേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? എങ്കിൽ നമുക്ക് എഴുതാം ആദ്യത്തെ കാർ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് T സെക്കൻഡ്സ്. ആദ്യത്തെ കാർ യൂണിഫോം വെലോസിറ്റിയിലാണ്. സോ ആ കാർ മൂവ് ചെയ്ത ഡിസ്റ്റൻസിന് എനിക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ കാർ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അത് S1 ഈക്വൽ ടു 10 അവന്റെ വെലോസിറ്റി ഇൻറ്റു അവൻ മൂവ് ചെയ്യാനെടുത്ത ടൈം. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ കാർ മൂവ് ചെയ്യാനെടുക്കുന്ന ടൈം, മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു രണ്ടാമത്തെ കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ, u ഇസ് ഈക്വൽ ടു 0. സോ ut ടേം ഇല്ല, ബാക്കി ഹാഫ് a എന്ന് പറഞ്ഞാൽ 1 ആണ് ടൈംസ് T സ്ക്വയർ. റൈറ്റ്? ഇനി അവർ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒന്നാമത്തെ കാർ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അതേ ഡിസ്റ്റൻസ് തന്നെ രണ്ടാമത്തെ ആൾ മൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ S1 ഇസ് ഈക്വൽ ടു S2 എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം 10T ഈക്വൽ ടു ഹാഫ് T സ്ക്വയർ. നമുക്കൊരു ടീം ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എഴുതാം T ഈസ് ഈക്വൽ ടു 20 സെക്കൻഡ്. അതായത് 20 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാർ ആദ്യത്തെ കാറിനെ ഓവർടേക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പാർട്ടായി. സെക്കൻഡ് പാർട്ട്, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് ഓവർടേക്ക് ചെയ്യുന്നത്? അതും വളരെ സിമ്പിൾ. നമുക്ക് എഴുതാം കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ്. ബിക്കോസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിലാണല്ലോ. സോ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാർ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അത് തന്നെയാണ് രണ്ടാമത്തെ കാർ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അത് തന്നെയാണ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസ്. സോ എനിക്ക് എഴുതാം S1 ഇസ് ഈക്വൽ ടു 10 ടൈംസ് T എത്രയാണ്? 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ഐഡിയ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്സ്. ഓക്കെ, അതായത് nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഓക്കെ, ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്. ഓക്കെ, റൈറ്റ്. ഒന്നാമത്തെ സെക്കൻഡ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോകും, രണ്ടാമത്തെ സെക്കൻഡ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വരും? എങ്കിൽ nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. nth സെക്കൻഡ് കൊണ്ട് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നിന്ന് n-1th സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുവാണ് 8th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 7th സെക്കൻഡ് തൊട്ട് 8th സെക്കൻഡ് വരെ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. അതല്ലേ ബേസിക്കലി 8th സെക്കൻഡ് വരെ മൂവ് ചെയ്ത ഡിസ്റ്റൻസിൽ നിന്ന് 7th വരെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. അത്രേ ഉള്ളൂ. അതായത് എനിക്കിപ്പോൾ സപ്പോസ് 22th സെക്കൻഡിൽ ഉള്ള ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 22th സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 21 സെക്കൻഡിൽ നിന്ന് 22 സെക്കൻഡിലോട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ 22th സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ റൈറ്റ്, അതിന്റെ റിസൾട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ റിസൾട്ട് ഓർത്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും.
ഡെൽറ്റ എസ് എൻ. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെ ഡെറൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ മുഴുവൻ സ്റ്റെപ്പും ചെയ്യുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് നോക്കാം. നമുക്കറിയാം ഡെൽറ്റ എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ മൈനസ് 1 ആണ്. സപ്പോസ് ഈ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണ് പോകുന്നതെങ്കിൽ ഞാൻ ആ കേസിന്റെ ഇക്വേഷൻ മാത്രമാണ് ഡെറൈവ് ചെയ്യുന്നത്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണെങ്കിൽ എനിക്ക് എഴുതാം എസ് എൻ എന്ന് പറഞ്ഞാൽ n സെക്കൻഡിന് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തുവാണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വെച്ചാൽ യു ടിക്ക് പകരം n പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ടിക്ക് പകരം n സ്ക്വയർ. ഓക്കെ, അതുപോലെ എസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ യു ടിക്ക് പകരം n മൈനസ് 1 പ്ലസ് ഹാഫ് എ എന്നിന് പകരം n മൈനസ് 1. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഡെൽറ്റ എസ് എൻ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് യു എൻ മൈനസ് 1 പ്ലസ് ഹാഫ് എ എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ. റൈറ്റ്. കുറച്ച് മെസ്സി ആയിട്ടുള്ള ആൾജിബ്രയാണ്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഡെൽറ്റ എസ് എൻ ദാറ്റ് ഇംപ്ലൈസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടു എൻ മൈനസ് 1. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സെക്കൻഡ് ബൈ എ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്, സോ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആൻഡ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഓക്കെ, സോ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫോർമുല ഉണ്ട്. നമ്മുടെ ഫോർമുല എന്തുവായിരുന്നു? നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പ്ലസ് ഹാഫ് എ ടു എൻ മൈനസ് 1. സോ നമുക്ക് ആദ്യം ആ ഫോർമുല എഴുതാം. ഡെൽറ്റ എസ് എൻ ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടു എൻ മൈനസ് 1. റൈറ്റ്. നമ്മുടെ ഈ കേസിൽ എല്ലായിടത്തും ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ യു ഈസ് ഈക്വൽ ടു എന്തായാലും 0 ആണ്. ബാക്കി റൈറ്റ്. ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഡെൽറ്റ എസ് 1 എന്ന് വിളിക്കുകയാണ്. സോ 0 പ്ലസ് ഹാഫ് എ. റൈറ്റ്. ഇവിടെ ആക്സലറേഷൻ എന്താണെന്ന് തന്നിട്ടില്ല, നമുക്ക് റേഷ്യോ വേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഹാഫ് എ 2 into 1 minus 1. റൈറ്റ്. എന്ന് വെച്ചാൽ ഹാഫ് എ ഇൻറ്റു 1, അതായത് ഹാഫ് എ, അതാണ് S1. ഡെൽറ്റ എസ് ടു ഈസ് ഈക്വൽ ടു യു 0 പ്ലസ് ഹാഫ് എ 2n മൈനസ് 1, അതായത് 2 into 2 minus 1 ഈക്വൽ ടു a by 2, 2 into 2 4 minus 1 3, അതായത് 3 by 2a. റൈറ്റ്. അടുത്തത് ഡെൽറ്റ എസ് 3 ഈക്വൽ ടു 0 പ്ലസ് a by 2 2 times 3 minus 1 equal to a by 2 into 2 times 3 6 minus 1 5 by 2 a. So നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് 1 ഈസ് ടു ഡെൽറ്റ എസ് 2 ഈസ് ടു ഡെൽറ്റ എസ് 3 ഈക്വൽ ടു ഹാഫ് എ ഈസ് ടു 3 by 2a ഈസ് ടു 5 by 2a. റൈറ്റ്. നമുക്കറിയാം റേഷ്യോസിൽ എല്ലാത്തിലും ഒരുപോലെ നമ്പർ വന്നു, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ഇതിൽ ഹാഫ് എ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും 1 ഈസ് ടു 3 ഈസ് ടു 5. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് അറ്റ് ഇനിഷ്യൽ സ്പീഡ് 34 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ സ്പീഡ് 34 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതായത് യു ആണത്. ആൻഡ് റിട്ടാർഡ് അറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് റിട്ടാർഡ് ചെയ്യുവാണ്, അതിന്റെ സ്പീഡ് കുറഞ്ഞു വരുവാണ്. Find the distance covered by the particle in 9th second of motion. അതായത് 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം, ഓക്കെ ഇത് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? നമുക്ക് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ nth സെക്കൻഡ്. അതിന്റെ ഫോർമുല എന്തുവായിരുന്നു? യു പ്ലസ് ഹാഫ് എ ടു എൻ മൈനസ് 1. സോ എനിക്ക് എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ, അതായത് ഡെൽറ്റ എസ് എൻ ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടു എൻ മൈനസ് 1. ഓക്കെ, റൈറ്റ്. ഇവിടെ നമ്മുടെ യു എത്രയാണ്? യു എന്ന് പറഞ്ഞാൽ 34 ആണ്. നമുക്ക് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് യു എന്ന് പറഞ്ഞാൽ 34 പ്ലസ് ഹാഫ് റിട്ടാർഡേഷൻ ആണ്. സോ 4 അല്ല -4. സോ -4, റൈറ്റ്, 2 times n എന്ന് പറഞ്ഞാൽ 9th സെക്കൻഡ്. സോ 9
-1. ഓക്കെ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു 34 minus 2 times 9 into 2 18, 18 minus 1 17. Okay, equal to 34, 2 into 17 34. So equal to 0. അതായത് 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് 0. റൈറ്റ്. എന്തൊരു പ്രശ്നമല്ലേ? നമുക്ക് ആക്ച്വലി എന്താ അവിടെ മിസ്റ്റേക്ക് വന്നേ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്. അതായത് ഇവിടെ ആക്ച്വലി ഈ പാർട്ടിക്കിളിന് ഒരു ഇനീഷ്യൽ സ്പീഡ് ഉണ്ട് ആൻഡ് ഈ ഒബ്ജക്റ്റ് റിട്ടാർഡ് ചെയ്യുവാണ്. സോ അതിന്റെ സ്പീഡ് കുറഞ്ഞ് 0-യിലെത്തും. റൈറ്റ്. എന്നിട്ട് അത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ 9th സെക്കൻഡ് അല്ല. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ 9th സെക്കൻഡ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവില്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ 0 ആകാം. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്. റൈറ്റ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡിസ്റ്റൻസ് ആണ്. നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ഡിസ്പ്ലേസ്മെന്റിന്റെ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരിക്കലും ഈ ഫോർമുല ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം ആക്ച്വലി ഇവിടെ എങ്ങനെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് ആയാലും ഇത് 0 ആയ മാജിക് എങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നോക്കാം ഈ പാർട്ടിക്കിള് എപ്പോഴാണ് റെസ്റ്റിലാകുന്നത് നോക്കാം. ബിക്കോസ് അത് റിട്ടാർഡ് ചെയ്യുവാണല്ലോ. സോ എത്രയോ ഒരു സെക്കൻഡ്സ് കഴിയുമ്പോൾ റെസ്റ്റിലാവുമല്ലോ. നമുക്ക് റെസ്റ്റിലാകുന്ന ടൈം എത്രയാണെന്ന് നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ ഇനീഷ്യൽ സ്പീഡ് u എത്രയായിരുന്നു? 34. ആൻഡ് അതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -4 m/s ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് റിട്ടാർഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആവണമെങ്കിൽ v = u + at. ഞാൻ v0 കൊടുക്കുന്നു. സോ 0 = u - a എന്ന് പറഞ്ഞാൽ 4 times t. അല്ലെങ്കിൽ എനിക്ക് എഴുതാം അത് റെസ്റ്റിലാകുന്ന ടൈം, അതായത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് റെസ്റ്റിലാവും. റൈറ്റ്. t = 34/4. 34/4 എന്ന് പറയുമ്പോൾ 17/2. റൈറ്റ്. 17/2 എന്ന് പറയുമ്പോൾ 16/2 എന്ന് പറയുമ്പോൾ 8. അപ്പൊ 8.5. റൈറ്റ്. അതായത് 8.5 സെക്കൻഡ്സിലാണ് ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാവുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വരുന്നു 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് 8.5 സെക്കൻഡിൽ ഈ സാധനം റെസ്റ്റിലായി കഴിഞ്ഞാൽ, അതായത് ഇവിടെ എത്താൻ 8.5 ആണ് എന്ന് വെച്ചാൽ 8 സെക്കൻഡ്സിൽ അത് എവിടെയാണ്. റൈറ്റ്. എങ്കിൽ അത് 0.5 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് യൂണിഫോം റിട്ടാർഡേഷനിലാണ്, അത് റെസ്റ്റിലായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ സെയിം ടൈം കൊണ്ട് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഒരേ ഇനിഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും ഇടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 8 സെക്കൻഡ്സിൽ അത് ഇവിടെ എങ്ങാണ്ടോ ആയിരിക്കും. സോ 8.5 സെക്കൻഡിൽ അത് റെസ്റ്റിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത 0.5 സെക്കൻഡ് കൊണ്ട് അത് എക്സാക്ട്ലി അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. സോ 9th സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ആക്ച്വലി നിൽക്കുന്നത് അത് 8 സെക്കൻഡിൽ എവിടെ നിന്നോ അതേ പൊസിഷനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 കിട്ടിയത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മുടെ മിസ്റ്ററി സോൾവ് ആയി. അപ്പൊ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് മനസ്സിലായി. അതായത് 0.5 സെക്കൻഡ് കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് എസെൻഷ്യലി ഇവിടെ നിന്ന് 9th സെക്കൻഡ് വരെ മൂവ് ചെയ്തത്. സോ ഞാൻ 0.5 സെക്കൻഡ് കൊണ്ട് നമ്മുടെ 9ാമത്തെ സെക്കൻഡ് വരെ അത് മൂവ് ചെയ്തപ്പോൾ എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അതിന്റെ ഡബിൾ എടുത്താൽ മതി. ബിക്കോസ് 8ാമത്തെ സെക്കൻഡ് തൊട്ട് 8.5 വരെ അത് ഇവിടെ എത്തി. 8.5 തൊട്ട് 9 വരെ അത് എക്സാക്ട്ലി അതവിടെ തന്നെ എത്തും. ഓക്കെ, സോ അപ്പൊ എനിക്ക് പറയാം distance traveled by the particle from 8.5 to 9th second. ഓക്കെ, അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 8.5 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നു. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0, ബിക്കോസ് അവിടെ റെസ്റ്റിലാണ്. സോ ut + ½ at². യുവിന്റെ ടേം ഇല്ല, സോ ut ടേം ഇല്ല. സോ ഹാഫ് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ. ഇപ്പൊ ഇത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ ആക്സിലറേഷൻ പോസിറ്റീവ് തന്നെ. ഓക്കെ, റൈറ്റ്. സോ 4 അല്ലായിരുന്നു? യെസ്, 4 times t². t എത്രയായിരുന്നു? 0.5. സോ 0.5 whole square എന്ന് പറഞ്ഞാൽ ഹാഫ് ടൈംസ് 4 ടൈംസ് 0.5 എന്ന് പറഞ്ഞാൽ 1/2. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4. സോ 4 ഉം 4 ഉം കട്ട് ചെയ്ത് പോയി. സോ 1/2. ഓക്കെ, അതായത് 1/2 ആണ്
ഈ ഡിസ്റ്റൻസ്, അതായത് 8.5 തൊട്ട് 9 വരെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. നമുക്കറിയാം അതേ ഡിസ്റ്റൻസ് തന്നെയാണ് 8 തൊട്ട് 8.5 വരെ. ഓക്കെ, ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു തിയറം. റൈറ്റ്. സോ എനിക്ക് പറയാം 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് ടൈംസ് 2, ബിക്കോസ് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ്, അതായത് 1 മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്. ഓക്കെ, അതായത് യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി ഇനി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്, ശരി. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, സപ്പോസ് ഇതൊരു സർഫസ് ആണ്, ഞാനൊരു ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മുകളിലോട്ട് എറിയുന്നു. റൈറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഇവിടുത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില റിസൾട്ട്സുകൾ ഞാൻ ഉണ്ടാക്കുവാണ്. ഫസ്റ്റ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ യു വെലോസിറ്റിയിൽ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്ര സമയം കൊണ്ട് മാക്സിമം ഹൈറ്റിലെത്തും, ആൻഡ് എൻ്റെ യുവും മാക്സിമം ഹൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെ എനിക്ക് അറിയേണ്ടത്. അപ്പോൾ എനിക്കറിയാം, ഓക്കെ, എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ v is equal to 0 ആണ്. സോ ഇവിടെ ആക്ച്വലി ഇത് റിട്ടാർഡ് ചെയ്യുവാണ്. സോ എൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -g ആണ്. സോ എനിക്ക് എഴുതാം v is equal to u plus at, അല്ലെങ്കിൽ 0 is equal to u minus gt, അല്ലെങ്കിൽ എനിക്ക് എഴുതാം t is equal to u by g. അപ്പൊ ഇതാണ് ആക്ച്വലി ഏറ്റവും ടോപ്പിൽ ഞാൻ എത്താൻ എടുക്കുന്ന സമയം. റൈറ്റ്. ആൻഡ് ഞാൻ എത്ര ഹൈറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും? സിമ്പിൾ, എനിക്ക് എഴുതാം ഞാൻ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ഹൈറ്റ്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ s is equal to ut plus half at square യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരം v square equal to u square plus 2ac യൂസ് ചെയ്യുവാണ്. റൈറ്റ്. എനിക്ക് എഴുതാം എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u, സോ v square is equal to u square plus 2a, സോ ഫൈനൽ വെലോസിറ്റി 0 ആണ്. സോ 0 സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2g മൈനസ് g ആണ്, ബിക്കോസ് ഇത് മുകളിലോട്ട് പോകുമ്പോൾ റിട്ടാർഡ് ചെയ്യുവാണ്. -g ടൈംസ് അത് മാക്സിമം പോകുന്ന ഹൈറ്റ് h, ബിക്കോസ് ഈ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഹൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇനിഷ്യൽ ഫൈനൽ വെലോസിറ്റി 0 എന്ന് കൊടുക്കാൻ പറ്റിയത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് u സ്ക്വയർ ഈക്വൽ ടു 2gh ഓർ h is equal to u സ്ക്വയർ ബൈ 2g. അപ്പോൾ ഇതാണ് ഞാൻ യു ഇനിഷ്യൽ വെലോസിറ്റി ആ ഒബ്ജക്റ്റിന്റെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാക്സിമം മൂവ് ചെയ്യുന്ന ഹൈറ്റ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ, അതായത് ഒരു ഒബ്ജക്റ്റ് റിട്ടാർഡ് ചെയ്യുമ്പോൾ റിട്ടാർഡ് ചെയ്യുന്ന മോഷനകത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇവിടെയും ട്രൂ ആണ്. അതായത് ഈ കല്ല് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പോകാൻ എത്ര സമയം എടുത്തോ അതേ സമയം തന്നെ ആയിരിക്കും ഇത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ വരാൻ. റൈറ്റ്. ഓക്കെ, ബിക്കോസ് ഇതും യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ആൻഡ് അടുത്തത്, ഈ കല്ല് മുകളിലോട്ട് പോകുമ്പോൾ സപ്പോസ് ഈ പോയിന്റിൽ വെച്ചിട്ട് അതിന്റെ സ്പീഡ് സം v ഡാഷ് ആയിരുന്നു എന്ന് വെച്ചോ, എങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് തിരിച്ച് അത് ഈ പോയിന്റിൽ എത്തുമ്പോഴും അതിന്റെ സ്പീഡ് എക്സാക്ട്ലി v ഡാഷ് തന്നെയായിരിക്കും. നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതാ, സപ്പോസ് ഇതൊരു ഇതൊരു വെല്ലാണ്. റൈറ്റ്. ഓക്കെ, അതിന്റെ ടോട്ടൽ ഡെപ്ത് h ആണ്. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇതിന്റെ മുകളിൽ നിൽക്കുന്നു, എന്നിട്ട് ഞാൻ താഴോട്ടൊരു കല്ലെറിയുന്നു, ഈ കല്ല് താഴെ വീഴുന്നു. എനിക്കറിയേണ്ടത് ഞാൻ ഈ കല്ല് താഴോട്ടിട്ട് എത്ര സെക്കൻഡ്സ് കഴിയുമ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ആൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ടിന് വേണമെങ്കിൽ vs എന്ന് എടുത്തു. അപ്പൊ എനിക്ക് എന്തായാലും പറയാം, ഞാൻ ഈ കല്ല് താഴോട്ടിടുവാണെങ്കിൽ, ഓക്കെ, റൈറ്റ്, കല്ല് താഴെ എത്താൻ എടുക്കുന്ന ടൈം, സപ്പോസ് ആ ടൈമാണ് T, റൈറ്റ്, പ്ലസ് ഈ സൗണ്ട് മുകളിലെത്താൻ എടുക്കുന്ന ടൈം, അതാണ് ടി സൗണ്ട്. ഇതാണ് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് കല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ എടുക്കുന്ന ടോട്ടൽ ടൈം. സോ ഇതാണ് എനിക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഈ കല്ല് താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ മുകളിൽ നിന്ന് കല്ലിടുവാണ്. സോ എൻ്റെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്തുവാണ്? 0. ആൻഡ് കല്ല് ട്രാവൽ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആണ് h. ആൻഡ് ഈ സാധനം ആക്സിലറേറ്റ് ചെയ്യുവാണ്. സോ ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ g. സോ എനിക്ക് എഴുതാം v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. സോ എനിക്ക് v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഈ കല്ലിന്റെ ഫൈനൽ വെലോസിറ്റി അറിയില്ല ഇത് ഗ്രൗണ്ടിലെത്തുമ്പോൾ. സോ അപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ്, എനിക്ക് s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ യൂസ് ചെയ്യാം. ബിക്കോസ് അതിനകത്ത് ടൈം ഉണ്ട്. v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as അതിനകത്ത് ടൈം പോലും ഇല്ല. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ. സോ s ഈക്വൽ ടു, s എന്ന് പറഞ്ഞാൽ h ആണ്, ut u 0 ആണ്. സോ ആ ടേം ഇല്ല, ബാക്കി ഹാഫ് g ടി സ്ക്വയർ. ടി എന്ന് പറഞ്ഞാൽ ഈ സാധനം താഴെ എത്താൻ എടുക്കുന്ന സമയം. സോ ടി സ്ക്വയർ. എനിക്ക് ഇതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് എൻ്റെ ടി സ്ക്വയർ ഈക്വൽ ടു 2h ബൈ ജി, അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു റൂട്ട് 2h ബൈ ജി.
റൈറ്റ്. ആക്ച്വലി ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. ഈ റിസൾട്ട് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ റിസൾട്ട് പറയുന്നത് പറഞ്ഞാൽ ഇതാണ്, ഞാനൊരു h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ താഴോട്ട് ഇടുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് താഴെ എത്താൻ എടുക്കുന്ന സമയമാണ് t ഈസ് ഈക്വൽ ടു √2h ഡിവൈഡഡ് ബൈ g. ഓക്കെ, ഇനി അടുത്ത സൗണ്ട് മുകളിലെത്താൻ എടുക്കുന്ന സമയം. അതും വളരെ സിമ്പിൾ ആണ്. സൗണ്ട് മുകളിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൗണ്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സൗണ്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം സൗണ്ട് മുകളിലെത്താൻ എടുക്കുന്ന സമയം, അതായത് ടി സൗണ്ട് ഈക്വൽ ടു സൗണ്ട് മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ്, അതായത് h ഡിവൈഡഡ് ബൈ സൗണ്ടിന്റെ വെലോസിറ്റി. റൈറ്റ്, സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ vs. റൈറ്റ്, ഞാൻ vs എന്നായിരിക്കും യൂസ് ചെയ്തത്. ഓക്കെ, vs. എങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടി ടോട്ടൽ ഈക്വൽ ടു √2h ബൈ g പ്ലസ് h ബൈ v സൗണ്ട്. റൈറ്റ്, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. ഇതൊരു ബലൂൺ ആണ്. എ ബലൂൺ ഈസ് റൈസിംഗ് അപ്പ് അറ്റ് 50 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ ബലൂൺ മുകളിലോട്ട് ഒരു 15 മീറ്റർ പെർ സെക്കൻഡിൽ യൂണിഫോം വെലോസിറ്റിയിൽ റൈസ് ചെയ്യുകയാണ്. റൈറ്റ്. ക്വസ്റ്റ്യൻ, എ സ്റ്റോൺ ഡ്രോപ്ഡ്, അതായത് ഇതിൽ നിന്ന് ഞാനൊരു കല്ല് താഴോട്ട് ഇട്ടു. ഫൈൻഡ് ദ ടൈം ആഫ്റ്റർ ഇറ്റ് റീച്ച് ദ ഗ്രൗണ്ട്, അതായത് ആ കല്ല് എത്ര സമയം കഴിയുമ്പോൾ താഴെ വീഴും. നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിനൊന്ന് അനലൈസ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം അറിയേണ്ടത്, ഈ 50 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് പോകുന്ന ബലൂണിൽ നിന്ന് ഞാനൊരു കല്ല് ഡ്രോപ്പ് ചെയ്യുവാണ്. സോ ആ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണോ? അല്ല, ബിക്കോസ് ഈ ബലൂൺ 50 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് പോവുകയാണ്. എങ്കിൽ ഞാൻ ആ ബലൂണിനകത്ത് ഞാൻ കയ്യിലൊരു കല്ലും പിടിച്ചുകൊണ്ട് നിന്നാൽ ആ കല്ലും എസെൻഷ്യലി 50 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് പോവുകയാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റിലും കല്ലിന് മുകളിലോട്ട് 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. സോ ഇവിടുത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഞാൻ അപ്വേർഡ് ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ കല്ലിന്റെ പുറത്ത് ആക്സിലറേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ബിക്കോസ് ഞാൻ വിടുന്ന മൊമെന്റ് തൊട്ട് ഗ്രാവിറ്റി എന്റെ പുറത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ പക്ഷേ ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ കൈ കൊണ്ട് കൗണ്ടർ ചെയ്യുവാണ്. പക്ഷെ ഞാൻ കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ അതിന് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഒരു ഗ്രാവിറ്റിയാണ്, അത് താഴോട്ടാണ്. ഓക്കെ, സോ എനിക്ക് എഴുതാം അതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടാണ്. സോ അത് -g. ക്ലിയർ? എന്തുകൊണ്ടാണ് മൈനസ് ആയത്? ബിക്കോസ് അതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഈ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ്, അതിന്റെ മോഷൻ ഓപ്പോസിറ്റീവ് ആണ്. സോ റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി എനിക്കറിയേണ്ടത്, ഓക്കെ, എങ്കിൽ ഈ കല്ലിന്റെ ആക്ച്വൽ മോഷൻ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഞാൻ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കല്ല് ഇങ്ങനെ വന്ന് വീഴുമെന്ന്. അങ്ങനെയല്ല, ബിക്കോസ് കല്ലിന് മുകളിലോട്ട് ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. സോ ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. ആദ്യം കല്ല് മുകളിലോട്ട് പോകും, എന്നിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ റെസ്റ്റിലാവും, എന്നിട്ട് തിരിച്ച് താഴോട്ട് വരും. ഇതാണ് ആക്ച്വൽ മോഷൻ. റൈറ്റ്? ഓക്കെ, ശരി. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഫൈൻ ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ് റീച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ, ഇനി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇത് എത്ര സമയം കഴിയുമ്പോൾ താഴെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? യു ഉണ്ട്, ജി ഉണ്ട്. ആക്ച്വലി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. v is equal to u plus at പറ്റില്ല, ബിക്കോസ് ഫൈനൽ വെലോസിറ്റി എൻ്റെ ഇല്ല. s is equal to ut plus rpt സ്ക്വയർ പറ്റും, ബിക്കോസ് ഈ സാധനം എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് തന്നിട്ടുണ്ട്. സോ എനിക്ക് എഴുതാം s equal to ut plus half at സ്ക്വയർ. റൈറ്റ്, ut plus half at സ്ക്വയർ. റൈറ്റ്. ഇനി s എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കല്ലിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ കല്ലിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ആക്ച്വലി ഈ കല്ല് ഇവിടെ മുകളിൽ പോയിട്ട് തിരിച്ച് താഴോട്ട് വരുമല്ലേ, സോ അത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ബിക്കോസ് മുകളിലോട്ട് എക്സ്ട്രാ എത്രയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നൊരു പ്രശ്നമേ അല്ല. ആക്ച്വലി ഈ കല്ല് ഇത്രയും മൂവ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് കല്ലിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. മുകളിലോട്ടൊക്കെ അത് മൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സോ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് 100 അല്ല, ആക്ച്വലി ഇത് -100 എന്നാണ് എടുക്കേണ്ടത്. ബിക്കോസ് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവും ഡൗൺവേർഡ് ഡയറക്ഷൻ ഞാൻ നെഗറ്റീവ് എടുത്തേക്കുന്നത്. സോ ഞാൻ -100 എന്ന് എടുക്കുന്നു. സോ -100 ഈക്വൽ ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ടൈംസ് ടി പ്ലസ് ഹാഫ് എൻ്റെ ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്. സോ -g. സോ -g. സോ -10 ടൈംസ് ടി സ്ക്വയർ. ഓക്കെ, എങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന്
ടൈമിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് എങ്ങനെ എഴുതാം ഇതിനകത്തുനിന്ന്? ദാറ്റ് ഇംപ്ലൈസ് -10/2 t സ്ക്വയർ പ്ലസ് 50t പ്ലസ് 100 ഈക്വൽ ടു 0, റൈറ്റ്? അല്ലെങ്കിൽ ഞാൻ ഓവറോൾ ഒരു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് എഴുതാം 10/2 t സ്ക്വയർ മൈനസ് 50t മൈനസ് 100 ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എനിക്ക് സോൾവ് ചെയ്യാം. എനിക്ക് എഴുതാം t ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഓക്കെ, ആക്ച്വലി ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ നമ്മുടെ a എന്ന് പറഞ്ഞാൽ ഇതാണ്, b എന്ന് പറഞ്ഞാൽ -50 ആണ്, c എന്ന് പറഞ്ഞാൽ -100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇനി ഈ പ്രോബ്ലത്തിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്? നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സപ്പോസ് ഈ ബലൂൺ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, റൈറ്റ്? അതായത് ഈ ബലൂണിന് മുകളിലോട്ട് ഒരു സപ്പോസ് ഒരു 2 m/s², ഇതിന് മുകളിലോട്ടൊരു ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോരോ കേസിൽ നോക്കാം. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ കല്ലിന് മുകളിലോട്ട് 2 m/s² ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ ഈ കല്ലിനെ ഡ്രോപ്പ് ചെയ്യുവാണ് എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ, ആ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി പറയുന്നുണ്ട് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി, അതിന്റെ ഇപ്പോഴത്തെ അതിന്റെ വെലോസിറ്റി 50 m/s ആണ്. ആൻഡ് അതിന് എക്സ്ട്രാ ഒരു 2 m/s ആക്സിലറേഷൻ ഉണ്ട്. പക്ഷേ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഇനിഷ്യൽ വെലോസിറ്റി. ഞാൻ ആ കല്ല് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്ലിന്റെ വെലോസിറ്റി 50 m/s തന്നെ ആയിരിക്കും മുകളിലേക്ക്. പക്ഷേ ക്വസ്റ്റ്യൻ, അതിന്റെ ഇനീഷ്യൽ ആക്സിലറേഷൻ എത്ര? നമ്മൾ ചിലപ്പോൾ തിങ്ക് ചെയ്യും, ഓക്കെ, ബലൂൺ മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യാണല്ലോ, സോ ബലൂണിന്റെ ആക്സിലറേഷൻ 2 m/s² അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന കല്ലിനും മുകളിലേക്ക് ഒരു 2 m/s² ആക്സിലറേഷൻ ഇല്ലേ എന്ന്. ആക്ച്വലി ഇല്ല. ഞാൻ എപ്പോ എൻ്റെ കൈ ആ കല്ലിൽ നിന്ന് എടുക്കുന്നോ ആ ഇൻസ്റ്റന്റിൽ ഞാൻ ആ കല്ലിന്റെ പുറത്ത് പിന്നെ ഒരു ഫോഴ്സസും കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ബലൂണും ഞാനും ആയിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ആ കല്ലിന്റെ പുറത്തുനിന്ന് പോയി. സോ നമ്മുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന, അതായത് നമ്മൾ അതിന്റെ പുറത്ത് ഒരു ഫോഴ്സസും കൊടുക്കുന്നില്ല. സോ നമ്മുടെ ആക്സിലറേഷൻ ഒരിക്കലും അതിനെ എഫക്ട് ചെയ്യത്തില്ല, റൈറ്റ്? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ്. ഞാൻ എപ്പോൾ എൻ്റെ കൈ വിടുന്നോ ആ മൊമെന്റ് തൊട്ട് അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റിയാണ്. സോ ഈ കല്ല് മുകളിലോട്ട്, അതായത് ഈ ബലൂൺ മുകളിലോട്ട് 2 m/s² ആക്സിലറേറ്റ് ചെയ്താലും എനിക്ക് പറയാം, ഞാൻ കൈ വിടുന്ന മൊമെന്റിൽ, അതായത് ഞാൻ കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റിൽ കല്ലിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, റൈറ്റ്? ബിക്കോസ് അതിന്റെ പുറത്ത് ആകെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് എന്റെ കൈ വിടുന്ന മൊമെന്റിൽ, റൈറ്റ്? അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ ബലൂൺ. ഓക്കെ, ഈ ബലൂൺ മുകളിലോട്ട് പോവാണ്. ബലൂണിന്റെ അതിനൊരു മുകളിലോട്ടൊരു ആക്സിലറേഷൻ ഉണ്ട്. സപ്പോസ് ആക്സിലറേഷൻ ആണ് 1 m/s², റൈറ്റ്? ഓക്കെ, റൈറ്റ്. ഈ ഇൻസ്റ്റന്റിൽ ഈ ബലൂണിന്റെ മുകളിലോട്ടുള്ള ഇനിഷ്യൽ വെലോസിറ്റി സപ്പോസ് സം u, ഞാൻ 50 എന്ന് എടുക്കുന്നില്ല, സം u, റൈറ്റ്? ഞാൻ ഈ മൊമെന്റിൽ ഞാൻ ഈ ബലൂണിൽ നിന്ന് ഞാനൊരു കല്ല് താഴോട്ടിട്ടു, റൈറ്റ്? കല്ല് താഴോട്ടിട്ട് നമുക്കറിയാം ഈ കല്ലിന്റെ മോഷൻ ആക്ച്വലി ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും, മുകളിലോട്ട് പോയിട്ട് താഴോട്ട്, റൈറ്റ്? നമുക്കത് ഓൾറെഡി അറിയാം. സോ ഞാനത് പിന്നെയും വരയ്ക്കുന്നില്ല. നമുക്കിനി അറിയേണ്ടതെന്ന് പറഞ്ഞില്ല, സപ്പോസ് ഞാനിപ്പോൾ കല്ല് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 seconds കഴിഞ്ഞിട്ട് ഞാൻ ഒരു കല്ലും കൂടെ ഡ്രോപ്പ് ചെയ്തു, റൈറ്റ്? അപ്പൊ നമുക്ക് എന്തായാലും അറിയാം 2 seconds കഴിയുമ്പോൾ ബലൂൺ കുറച്ചും കൂടെ മുകളിലോട്ട് എത്തും. ഞാൻ ഒരു കല്ലും കൂടെ ഡ്രോപ്പ് ചെയ്തു എങ്കിൽ എനിക്കറിയേണ്ടത്, ഇനി ഞാനൊരു 0.5 seconds കൂടെ വെയിറ്റ് ചെയ്യും. 0.5 seconds കഴിയുമ്പോൾ ഈ രണ്ട് കല്ലിനൂടെയുള്ള ഡിസ്റ്റൻസ് എത്ര? ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ന് വെച്ചാൽ എസെൻഷ്യലി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ആദ്യത്തെ കല്ല് ഞാൻ ഡ്രോപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് 2 seconds കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കല്ലും കൂടെ ഡ്രോപ്പ് ചെയ്യും. എനിക്കറിയേണ്ടത് അത് കഴിഞ്ഞൊരു 0.5 seconds കൂടെ കഴിയുമ്പോൾ ഈ രണ്ട് കല്ലിനിടയ്ക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. റൈറ്റ്, നമുക്ക് എന്തായാലും പറയാം, ഞാൻ ആദ്യത്തെ സ്റ്റോൺ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ആദ്യത്തെ സ്റ്റോൺ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോൺ എന്തായാലും മൂവ് ചെയ്യും. എനിക്ക് ആ സ്റ്റോണിന്റെ കോർഡിനേറ്റ്, ഓക്കെ, അതായത് ഇതാണ് എൻ്റെ റെഫറൻസ് ലെവൽ, അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ്, എത്ര ഹൈറ്റ് അത് മൂവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം x is equal to, എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്, അതായത് ഈ റെഫറൻസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്? സോ x is equal to ut plus half at square. u എത്രയാണ്? അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ടൈംസ് t മൈനസ് ഹാഫ് g ടൈംസ് t സ്ക്വയർ. എങ്കിൽ 2.5 seconds ശേഷം
നമ്മുടെ ആദ്യത്തെ സ്റ്റോൺ എത്ര ഡിസ്റ്റൻസ് പോയി എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു യു 2.5 മൈനസ് ഹാഫ് ജി 2.5 സെക്കൻഡ് ഹോൾ സ്ക്വയർ. റൈറ്റ്. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സ്റ്റോൺ 2.5 സെക്കൻഡ് ശേഷം കവർ ചെയ്ത ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അല്ല, ആക്ച്വലി നമ്മുടെ റെഫറൻസ് ലെവലിൽ നിന്ന് എത്ര കോർഡിനേറ്റ് ഡിസ്റ്റൻസ് എന്നാണ്. റൈറ്റ്. ഓക്കെ, ശരി. എങ്കിൽ ഞാനൊരു 2 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്താൽ, അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റോൺ ഇട്ടിട്ട് ഞാനൊരു 2 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ബലൂൺ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളിലോട്ട് മൂവ് ചെയ്യും. ബലൂൺ എത്ര ഡിസ്റ്റൻസ് മൂവ് എന്ന് പറഞ്ഞാൽ ബലൂൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു, നമുക്കറിയാം ബലൂൺ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ബലൂണിന്റെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ യു ടൈംസ് 2 സെക്കൻഡ്സ് ടോസ് 2 പ്ലസ്, ഓക്കെ റൈറ്റ്, ബിക്കോസ് ബലൂൺ മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യാണ്, ഹാഫ് ബലൂണിന്റെ ആക്സലറേഷൻ എത്രയായിരുന്നു 1 ടൈംസ് 2 സ്ക്വയർ. അതായത് ബലൂൺ 2 സെക്കൻഡ് കൊണ്ട് ബലൂൺ മുകളിലോട്ട് റീച്ച് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2u പ്ലസ്, റൈറ്റ്, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ബലൂൺ എക്സ്ട്രാ മൂവ് ചെയ്തത്. റൈറ്റ്. സോ ബലൂൺ മൂവ് ചെയ്ത എക്സ്ട്രാ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഈ 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് കല്ല് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആ കല്ലിന് എത്ര ഡിസ്റ്റൻസും കൂടെ മൂവ് ചെയ്യും, എത്ര സമയം മൂവ് ചെയ്യും? 0.5 സെക്കൻഡ് മാത്രമേ ഇനി ആ കല്ലിന്, രണ്ടാമത്തെ കല്ലിന് മൂവ് ചെയ്യാൻ സമയമുള്ളൂ. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 0.5 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ കല്ല് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ റെഫറൻസ് ലെവലിൽ നിന്ന് എത്ര കോർഡിനേറ്റ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് എഴുതാം രണ്ടാമത്തെ കല്ലിന്റെ കോർഡിനേറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി. രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി അല്ല. രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബലൂൺ 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ ബലൂൺ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി അച്ചീവ് ചെയ്തു. അതാണ് രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി. സോ രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു u പ്ലസ് 1 ടൈംസ് ടി, ബിക്കോസ് ബലൂൺ മുകളിലോട്ട് 1 ആക്സലറേഷനിൽ പോവാണ്. 1 ടൈംസ് ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ്സ്. അതായത് v ഇസ് ഈക്വൽ ടു u പ്ലസ് 2. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി. രണ്ടാമത്തെ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u പ്ലസ് 2 ടൈംസ് രണ്ടാമത്തെ കല്ലിന് എത്ര സമയം കൊണ്ട് മൂവ് ചെയ്യാൻ? 0.5 സെക്കൻഡ്സ്. സോ ഇൻറ്റു 0.5, റൈറ്റ്. രണ്ടാമത്തെ കല്ലും റിട്ടാർഡ് ചെയ്യുകയാണ്. സോ മൈനസ് ഹാഫ് ജി 0.5 ഹോൾ സ്ക്വയർ. സോ നമുക്ക് രണ്ടാമത്തെ കല്ലിന്റെ ആ റെഫറൻസ് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് കിട്ടി. എങ്കിൽ 2.5 സെക്കൻഡ്സിന് ശേഷം, അതായത് രണ്ടാമത്തെ കല്ല് ഡ്രോപ്പ് ചെയ്ത് 5 സെക്കൻഡ്സിന് ശേഷം ഇവർ കിടക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എഴുതാം അവർ കിടക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഓക്കെ, രണ്ടാമത്തെ കല്ല് മൂവ് ചെയ്ത കോർഡിനേറ്റ് ഡിസ്റ്റൻസ് x2, അതായത് രണ്ടാമത്തെ കല്ല് മൂവ് ചെയ്ത കോർഡിനേറ്റ് ഡിസ്റ്റൻസ് x2 ആൻഡ് നമ്മുടെ ബലൂൺ എക്സ്ട്രാ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് d. ഓക്കെ, റൈറ്റ്. അതിൽ നിന്ന് ഞാൻ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? നമ്മുടെ ആദ്യത്തെ കല്ല് ട്രാവൽ ചെയ്ത കോർഡിനേറ്റ് ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യണം. ബിക്കോസ് ആദ്യത്തെ കല്ല് താഴെ നിന്ന് മൂവ് ചെയ്തതിന് അടുത്തോട്ട് വരുവാണല്ലോ. സോ ആ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യണം. സോ മൈനസ് x2, ഓക്കെ, മൈനസ് x1. റൈറ്റ്. ചിലപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. എനിക്ക് എന്താ ഉറപ്പ് അത് മൈനസ് x1 ആണെന്ന്? ബിക്കോസ് ആദ്യത്തെ കല്ല് ചിലപ്പോൾ ആ സമയം കൊണ്ട് മുകളിലോട്ട് പോയിട്ട് താഴോട്ടെത്തി കാണും. സോ ആ ഡിസ്റ്റൻസ് കൂടുവല്ലേ, അടുക്കുവല്ലോ, അകലുവല്ലേ. അപ്പൊ ഇത് തെറ്റാവത്തില്ലേ? ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ x1 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആണ്. റൈറ്റ്. ഞാൻ എൻ്റെ ഈ ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുത്തേക്കുന്നത്. സപ്പോസ് ആ ടൈം കൊണ്ട് 2.5 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫസ്റ്റത്തെ കല്ല് താഴോട്ട് പോയിരുന്നെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ നമ്പർ ഇറ്റ് സെൽഫ് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ ആ നെഗറ്റീവ് നമ്പറും ഈ നെഗറ്റീവ് നമ്പറും കൂടെ ചേർന്ന് ഈ നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആവും. സോ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ആയിക്കോളും. ഇതാ ഞാൻ പറഞ്ഞത്, കോർഡിനേറ്റ്സ് വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഞാൻ താഴെ നിന്നൊരു കല്ല് മുകളിലോട്ട് എറിയുന്നുണ്ട് ആൻഡ് കല്ലിന്റെ സ്പീഡ് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ അതേസമയം മുകളിൽ നിന്നൊരു കല്ല് ഡ്രോപ്പ് ചെയ്യുന്നു. റൈറ്റ്. എനിക്കറിയേണ്ടത് എത്ര സമയം കഴിയുമ്പോൾ ഈ രണ്ട് കല്ലുകളും പരസ്പരം കൂട്ടിമുട്ടും ആൻഡ് അതെത്ര ഹൈറ്റിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇവർ പരസ്പരം കൊളൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന്. കൂട്ടിയിടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സപ്പോസ് ഒരു t സെക്കൻഡ് കൊണ്ട്, ഓക്കെ, ഒരു t സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ കല്ല്
എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ, റൈറ്റ്, 100 നിന്ന് ആ ഡിസ്റ്റൻസ് പോയിട്ട് ബാക്കിയുള്ള ഡിസ്റ്റൻസ് ആര് മൂവ് ചെയ്യണം? മോളിൽ നിന്ന് വരുന്ന കല്ല് മൂവ് ചെയ്യണം. അതാണ് കൊളൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ എനിക്ക് പറയാം ടി സെക്കൻഡ് കൊണ്ട് നമ്മുടെ താഴെ നിന്ന് മുകളിലോട്ട് എറിയുന്ന കല്ല് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം എസ് ഇസ് ഈക്വൽ ടു 50 ടൈംസ് ടി മൈനസ് ഹാഫ് ജി ടൈംസ് ടി സ്ക്വയർ. ഇതാണ് ടി സെക്കൻഡ്സ്. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ ടി ആയി യൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ റൈറ്റ്. എങ്കിൽ കൊളൈഡ് ചെയ്യണമെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന കല്ല് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? 100 മൈനസ് എസ്. റൈറ്റ്. സോ എനിക്ക് എഴുതാം കൊളീഷൻ ഇംപ്ലൈസ് 100 മൈനസ് എസ്. മുകളിൽ നിന്ന് വരുന്ന കല്ല് കവർ ചെയ്യണം. മുകളിൽ നിന്ന് വരുന്ന കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. സോ 0 ടൈംസ് ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. റൈറ്റ് റൈറ്റ്. സോ ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എഴുതാം 100 മൈനസ് എസ്. എസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് എസ്. സോ എനിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എനിക്ക് എഴുതാം 100 മൈനസ് 50 ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. റൈറ്റ്. സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 100 മൈനസ് 50 ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. എനിക്ക് രണ്ട് സൈഡിൽ നിന്ന് ഹാഫ് ജി ടി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് 100 ഈക്വൽ ടു 50 ടി. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു 100 ബൈ 50 ഈക്വൽ ടു 2 സെക്കൻഡ്സ്. അതായത് 2 സെക്കൻഡ്സ് കഴിയുമ്പോഴായിരിക്കും അവർ പരസ്പരം കൂട്ടിയിടിക്കുന്നത്. ആൻഡ് എത്ര ഡിസ്റ്റൻസിലാണ് കൂട്ടിയിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. സോ എനിക്ക് എഴുതാം എത്ര ഡിസ്റ്റൻസിലാണ് കൂട്ടിയിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു യു ടി, അതായത് 50 ടൈംസ് 2 മൈനസ് ഹാഫ് ജി ടൈംസ് 2 സ്ക്വയർ. ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യുക. ജിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 10. ഓക്കെ റൈറ്റ്. ഞാൻ ഇനി ഈ പ്രോബ്ലത്തിൽ കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ആഡ് ചെയ്യുവാണ്. എന്റെ ഒന്നാമത്തെ കല്ല്, അതായത് ഞാൻ ഈ കല്ല് ഞാൻ മുകളിലോട്ട് എറിഞ്ഞ് സപ്പോസ് ഞാനൊരു 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഈ കല്ല് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ എന്ത് വ്യത്യാസം വരും? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. എങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഈ ഡിസ്റ്റൻസ് ആണ് 100. ഓക്കെ റൈറ്റ്. ഞാൻ ഈ കല്ല് മുകളിലോട്ട് എറിയുന്നു. ആ കല്ലിന്റെ ഇനിഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 ആയിരുന്നു. ഇത് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. റൈറ്റ്. ഞാൻ ഈ താഴത്തെ കല്ല് എറിഞ്ഞതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞാണ് മറ്റേ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, രണ്ടിലെയും ടൈം ഡിഫറൻ്റ് ആണ്. സോ ഞാൻ താഴ്ന്ന് മുകളിലോട്ട് എറിയുന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ T1 എന്ന് പറയുന്ന ടൈം യൂസ് ചെയ്യുന്നു. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിന്റെ ടൈമിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ T2 എന്ന് പറയുന്ന ടൈം യൂസ് ചെയ്യുന്നു. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, താഴ്ന്ന് മുകളിലോട്ടുള്ള സാധനത്തിന്റെ കണ്ടീഷൻ, അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു യു T1 മൈനസ് ഹാഫ് ജി T1 സ്ക്വയർ. ഓക്കെ റൈറ്റ്. എങ്കിൽ മുകളിൽ നിന്ന് വരുന്ന സാധനം അത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. റൈറ്റ്. എങ്കിൽ കൊളൈഡ് ചെയ്യണമെങ്കിൽ അവർ പരസ്പരം കൂട്ടിയിടിക്കേണ്ട കണ്ടീഷൻ എന്താണ്? മുകളിൽ നിന്ന് വരുന്ന ആൾ 100 മൈനസ് എസ് ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യണം. സോ 100 മൈനസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷെ അയാളുടെ ടൈം എന്ന് പറഞ്ഞാൽ T2 ആണ്. റൈറ്റ്. പക്ഷെ അയാളുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ഫസ്റ്റ് ടേം എന്തായാലും ഇല്ല. സോ ഫസ്റ്റ് ടേം 0 ആണ്. ബാക്കി പ്ലസ് ഹാഫ് ജി T2 സ്ക്വയർ. അതായത് 100 മൈനസ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി T2 സ്ക്വയർ. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രശ്നം T1 T2 എന്തുവാ? ഇത് തമ്മിൽ എന്താ റിലേഷൻഷിപ്പ്? റൈറ്റ്. ആലോചിക്കാൻ നമുക്ക് മനസ്സിലാവും. ഞാൻ താഴ്ന്ന് കല്ലിനെ എറിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിൽ നിന്ന് എറിയുന്നത്. റൈറ്റ്. എന്ന് വെച്ചാൽ ജസ്റ്റ് തിങ്ക് ചെയ്യുക. മുകളിൽ നിന്ന് ഞാൻ എറിയുന്ന പാർട്ടികളുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിനകത്ത് ടൈം റൺ ചെയ്യുന്നുണ്ട്. താഴ്ന്ന് ഞാൻ എറിയുന്ന പാർട്ടികളുടെ കയ്യിലും ഒരു ക്ലോക്ക് ഉണ്ട്. അതിനകത്തും ടൈം റൺ ചെയ്യുന്നുണ്ട്. താഴ്ന്ന് ഞാൻ എറിയുന്ന ക്ലോക്കിന്റെ പുറത്തുള്ള ടൈം റൺ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് മുകളിലത്തെ ക്ലോക്ക് റൺ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും
മുകളിലത്തെ ക്ലോക്കിലെ ടൈം, അതായത് T2 എന്ന് പറയുന്നത് എപ്പോഴും താഴത്തെ ക്ലോക്കിലെ ടൈം എന്താണോ അതിൽ നിന്ന് 2 കുറവായിരിക്കും. റൈറ്റ്? സോ എനിക്കിവിടെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എനിക്ക് എഴുതാം 100 - s is equal to half g T2 എന്ന് പറഞ്ഞാൽ T1 - 2 ഹോൾ സ്ക്വയർ. സോ ഇനി ഈ 2 ഇക്വേഷൻസും പരസ്പരം കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് എനിക്ക് കാണാൻ പറ്റും 2 ഇക്വേഷൻസ് ഉണ്ട്. എൻ്റെ 2 അൺനോൺസ് ഉണ്ട്, ബിക്കോസ് എസ് അറിയത്തില്ല ആൻഡ് T1 അറിയത്തില്ല. എനിക്ക് സോൾവ് ചെയ്യാം. മുമ്പ് ചെയ്തത് എങ്ങനെയാണോ എക്സാക്ട്ലി അതുപോലെ തന്നെ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടവർ ആണ് ആൻഡ് ഞാൻ മുകളിൽ നിന്നൊരു സ്റ്റോൺ ഞാൻ താഴോട്ട് ഇടുവാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സ്റ്റോൺ എക്സ് ഡിസ്റ്റൻസ് താഴോട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും മുകളിൽ നിന്ന് വൈ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വേറൊരു സ്റ്റോണിനെ ഞാൻ താഴോട്ടിട്ടു. റൈറ്റ്? അതായത് ഫസ്റ്റത്തെ സ്റ്റോൺ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോഴത്തേക്കും മുകളിൽ നിന്ന് വൈ ഡിസ്റ്റൻസിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരു സ്റ്റോണിനെ ഞാൻ താഴോട്ടിട്ടു. റൈറ്റ്? ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്റ്റോണും ഒരുമിച്ചാണ് തറയിലെത്തിയത്. അതായത് ഞാൻ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴോട്ടിടുന്നു, ആ സ്റ്റോൺ എക്സ് ഡിസ്റ്റൻസ് എത്തിയപ്പോൾ ഓൾറെഡി വൈ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു സ്റ്റോണിനെ ഞാൻ വിടുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് താഴെ എത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇഫ് ദേ ഫോൾ ഫ്രം റെസ്റ്റ് ആൻഡ് റീച്ച് ദ ഗ്രൗണ്ട് ടുഗദർ, ഒരുമിച്ചാണ് എത്തിയത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്ര? ഓക്കെ, റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ്, ഒന്നാമത്തത്, നമ്മുടെ ഈ സ്റ്റോൺ മുകളിൽ നിന്ന് താഴെ എത്തണമെങ്കിൽ അതിനെത്ര സമയം വേണം? ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെ എത്താൻ നമ്മൾ കുറച്ച് മുമ്പേ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോൺ മുകളിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ T=√2h/g. റൈറ്റ്? ഇതാണ് ബേസിക്കലി നമ്മുടെ റിസൾട്ട്. എങ്കിൽ ഫസ്റ്റത്തെ സ്റ്റോൺ മുകളിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2h/g ആണ്. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ ഈ ടവറിന്റെ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം കൊണ്ടാണ് ഈ 2 സ്റ്റോൺസും താഴെ എത്തിയത് എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ സ്റ്റോൺ താഴെ എത്താൻ എത്ര സമയം എടുക്കും? രണ്ടാമത്തെ സ്റ്റോൺ താഴെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോൺ ആകെ ഇത്രയും ഡിസ്റ്റൻസ് ആ മൂവ് ചെയ്യുന്നത്. സോ അത് മൂവ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h - y × 2/g. ഇതാണ് രണ്ടാമത്തെ സ്റ്റോൺ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇനി ഇത് ഒരുമിച്ച് താഴെ എത്തണമെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത്, ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ആദ്യത്തെ സ്റ്റോൺ മുകളിൽ നിന്ന് താഴെ വരെ എത്താൻ ഇത്രയും സമയം വേണം. ആൻഡ് ഇവിടം തൊട്ട് ഇതുവരെ എത്താൻ എത്ര ഒരു സമയം വേണമല്ലോ. റൈറ്റ്? എങ്കിൽ ഈ ടോട്ടൽ ടൈമിൽ നിന്ന് ഈ ടൈം സബ്ട്രാക്ട് ചെയ്യുന്ന ടൈം ആയിരിക്കണം ഇവിടം തൊട്ട് ഇതുവരെ വരാൻ. ക്ലിയർ? ആൻഡ് ആ ടൈം ഇതിന് ഈക്വലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഇത് ഇവിടെ എത്തുള്ളൂ. ക്ലിയർ? സോ എങ്കിൽ എനിക്ക് എഴുതാം, രണ്ടാമത്തെ സ്റ്റോൺ ഇവിടം തൊട്ട് ഇതുവരെ എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √2h/g. മുകളിൽ നിന്ന് താഴെ വരെ എത്താനുള്ള സമയത്തിൽ നിന്ന് മുകളിൽ നിന്ന് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് √2x/g സബ്ട്രാക്ട് ചെയ്യുക. ആൻഡ് ഈ ടൈം ഇതിന് ഈക്വൽ ആണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഈ കല്ല് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കുമോ, അതായത് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയം കൊണ്ട് വേണം ഇതിവിടെ എത്താൻ. എങ്കിൽ മാത്രമേ ഇത് രണ്ടും ഒരുമിച്ച് താഴെ എത്തത്തുള്ളൂ. ക്ലിയർ? ഒരേ കൂടെ പറയാം, ഈ കല്ല് ഇവിടെ എത്താൻ എടുക്കുന്ന സമയമാണ് ഇത്. ആൻഡ് ഈ കല്ല് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന സമയമാണ് ഇത് മുഴുവൻ. അത് ഞാൻ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഇവിടം തൊട്ട് ഇതുവരെ എത്താൻ എടുക്കുന്ന ടൈം അതിൽ നിന്ന് ഇവിടം തൊട്ട് ഇതുവരെ എത്താൻ എടുക്കുന്ന സമയം സബ്ട്രാക്ട് ചെയ്തു. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം അതിന്. റൈറ്റ്? നമുക്കിവിടെ എല്ലായിടത്തു നിന്നും 2ന്റെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും ആൻഡ് ഇവിടെ ഒരു ജിന്റെ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഈ റിസൾട്ട് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോമിലാവും. ഈക്വൽ ടു √h - y ഈക്വൽ ടു √h - √x. ഓക്കെ, റൈറ്റ്. നമുക്ക് കാര്യം ചെയ്യാം, ഈ ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ h - y ഈക്വൽ ടു a - b whole square. So h plus x minus 2 √hx. Clear? Right? എനിക്ക് വേണ്ടത്, എനിക്ക് എച്ചിന്റെ ടേംസിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം. സോ റൈറ്റ്, ഇവിടെ ഓൾറെഡി ഒരു h വെച്ചും ക്യാൻസൽ ആയി. ഗുഡ്. സോ എങ്ങനെ എനിക്ക് എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് ഇപ്പുറത്തുള്ള -hx ഈ ടേമിനെ ഞാൻ അപ്പർ സൈഡിൽ കൊണ്ടുപോകുന്നു. സോ എനിക്ക് എഴുതാം
2 root hx equal to x minus y. No, x plus y. ഓക്കെ റൈറ്റ്. എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യുവാണ്, ബിക്കോസ് എനിക്ക് എച്ച് ആണ് വേണ്ടത്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4hx ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് h ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4x. ഓക്കെ.